ഹരേ കൃഷ്ണ, പ്രണാമം. ശ്രീ ഭഗവാൻ വാചയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ശ്രീ ഭഗവാൻ വാചയിലൂടെ കൃഷ്ണാഗമനത്തിന്റെ തുടർ ഭാഗമാണ് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. ഭഗവാൻ കൃഷ്ണന്റെ നാമം, ഗുണം, രൂപം, ലീലകൾ എല്ലാം തന്നെ ഭഗവാനിൽ നിന്നും വ്യത്യാസമല്ല. ഭഗവാന്റെ ലീലകൾ കേൾക്കുന്ന ഏവരും പവിത്രീകരിക്കപ്പെടുന്നു. ആകാശത്തു നിന്നുള്ള അശരീരി കേട്ട കംസൻ, അതായത് തന്റെ സഹോദരിയായ ദേവകിയുടെ 8ാമത്തെ പുത്രൻ തന്നെ വധിക്കുമെന്ന അശരീരി കേട്ട കംസൻ തേരിൽ നിന്നും ചാടിയിറങ്ങി. ഉടൻ തന്നെ ദേവകിയുടെ സമക്ഷത്തോട്ടു ചെന്നു. അവളുടെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ച് വാളുയർത്തി അവളെ വധിക്കുവാൻ ശ്രമിച്ചു. കംസന്റെ ഈ പെരുമാറ്റത്തിൽ വസുദേവൻ അമ്പരന്നു പോയി. അദ്ദേഹത്തിനറിയാം, ഭോജവംശത്തിലെ ഉഗ്രസേനന്റെ മകനാണ് കംസൻ. ഭോജവംശത്തിലെ ഏറ്റവും ക്രൂരനായ രാജാവാണ് കംസൻ എന്നാണ് പരക്കെ പറയപ്പെടുന്നത്. എങ്കിലും ഈ അവസരത്തിൽ കംസനെ സമാധാനിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം മഹത്തായ കാരണങ്ങൾ പ്രമാണം സഹിതം പറഞ്ഞു. എല്ലയോ കംസ, അങ്ങ് ഭോജവംശത്തിലെ പ്രസിദ്ധനായ രാജാവാണ്, നല്ലൊരു യുദ്ധവീരനും. ഈ ഒരു അവസരത്തിൽ അങ്ങയുടെ സഹോദരിയെ അവളുടെ വിവാഹ ദിനത്തിൽ വധിക്കാൻ ഒരുങ്ങുന്നത് അങ്ങേക്ക് ഉചിതമാണോ? അങ്ങ് എന്തിനാണ് മരണത്തെ ഭയപ്പെടുന്നത്? അവിടുത്തെ ജനനത്തോടൊപ്പം അങ്ങയുടെ മരണവും പിറന്നു കഴിഞ്ഞിരിക്കുന്നു. മനസ്സ് എപ്പോഴും ചഞ്ചലമാണ്. അത് ചിലപ്പോൾ ചിലതിനെ സ്വീകരിക്കുന്നു, മറ്റു ചിലപ്പോൾ അതിനെ നിരാകരിക്കുകയും ചെയ്യുന്നു. കേവലം ശരീരത്തിന്റെയും മനസ്സിന്റെയും ആജ്ഞയ്ക്ക് വശംവദനാകുന്നത് വിഡ്ഢിത്തമാണ്. നവവധുവായ ദേവകിയോട് സ്പർദ്ധ കാണിക്കരുത് എന്ന് വസുദേവൻ കംസനോട് ആവശ്യപ്പെട്ടു. ഒരിക്കലും ആരോടും കോപവും അസൂയയും പ്രകടിപ്പിക്കരുത്. ഇഹലോകത്തിലും പരലോകത്തിൽ യമരാജന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഭയപ്പാടിന്റെ ഏക കാരണം അസൂയയാണ്. കംസന്റെ ഇളയ സഹോദരിയായ ദേവകിയെ മകളെ പോലെ സംരക്ഷിക്കുക എന്നത് കംസന്റെ ഉത്തരവാദിത്തമാണ്. വിവാഹ ദിനത്തിൽ അവളെ വധിക്കുന്നത് ഒരിക്കലും കംസന് ഉചിതമല്ല. അത് കംസന്റെ സത്പേരിന് കളങ്കമുണ്ടാക്കുമെന്ന് വസുദേവൻ പറഞ്ഞു. എന്നാൽ ഈ മഹത് കാരണങ്ങൾ ഒന്നും തന്നെ കംസൻ ഉൾക്കൊണ്ടില്ല. സ്വാഭാവികനെ നാസ്തികനും അസുരനുമായുള്ള ഒരാൾ സതുപദേശങ്ങൾ ചെവിക്കൊള്ളാറില്ല. ഇതാണ് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള വ്യത്യാസം. കംസനെ ശാന്തമാക്കാനുള്ള ശ്രമത്തിൽ പരാജയപ്പെട്ട വസുദേവൻ തന്റെ പത്നിയെക്കുറിച്ച് ഓർത്തു. തൽക്കാലം ഞാൻ എൻ്റെ പത്നിയായ ദേവകിയെ രക്ഷിക്കട്ടെ. ഭാവിയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ അവരെ രക്ഷിക്കുവാനുള്ള മാർഗങ്ങൾ നോക്കാം. പിൽക്കാലത്ത് കംസനെ വധിക്കുവാൻ പ്രാപ്തിയുള്ള ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ കുഞ്ഞ് ദേവകിയും രക്ഷിക്കും. കാരണം ഈശ്വര നിശ്ചയം സങ്കല്പാതീതമാണ്. അത്യന്തം ദുഃഖിതനായ വസുദേവൻ പുറമേ സന്തോഷം നടിച്ചുകൊണ്ട് കംസനോട് പറഞ്ഞു, പ്രിയപ്പെട്ട കംസ, അങ്ങയുടെ സഹോദരിയായ ദേവകിയിൽ നിന്നും അങ്ങേക്ക് അപകടമൊന്നുമില്ല. അശരീരി പ്രകാരം ദേവകിയുടെ 8ാമത്തെ പുത്രൻ അങ്ങയെ വധിക്കുമെന്നാണല്ലോ. ആ കുഞ്ഞ് ഇപ്പോൾ ജനിച്ചിട്ടില്ല. ഇപ്പോൾ അങ്ങ് സുരക്ഷിതനാണ്. എങ്കിലും ഭാവിയിൽ അവൾക്ക് പുത്രന്മാരുണ്ടാവുകയാണെങ്കിൽ എല്ലാ പുത്രന്മാരെയും അങ്ങേക്കു ഞാൻ സമർപ്പിച്ചു കൊള്ളാമെന്ന് വസുദേവർ പ്രതിജ്ഞ ചെയ്തു. പുണ്യാത്മാവായ വസുദേവരുടെ വാക്കിന്റെ വില കംസന് നന്നായി അറിയാം. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ വാദഗതി ശരിയാണ്. ദേവകിയിൽ നിന്നും കംസന് ഒരു അപകടവുമില്ല. അതുകൊണ്ട് കംസൻ ദേവകിയെ വധിക്കുന്നതിൽ നിന്നും പിന്മാറി. ഇതിൽ സന്തുഷ്ടവാനായ വസുദേവൻ കംസനെ വാനോളം പുകട്ടി സ്വഗൃഹത്തിലോട്ട് മടങ്ങി. വസുദേവൻ അങ്ങേയറ്റം ശ്രേഷ്ഠനാണ്. 1ാമത്തെ പുത്രൻ ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രതിജ്ഞ പാലിച്ചു. അത്യന്തം ദുഃഖത്തോടുകൂടി അദ്ദേഹം തന്റെ കുഞ്ഞിന് കംസന് നൽകി. കംസൻ വളരെയധികം സംതൃപ്തനായി. വസുദേവരുടെ പ്രതിജ്ഞാപാലനത്തിൽ അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. അദ്ദേഹത്തിന്റെ ഉള്ളിൽ കാരുണ്യം തോന്നി കംസൻ വസുദേവരോട് പറഞ്ഞു, പ്രിയപ്പെട്ട വസുദേവ, അങ്ങ് ഈ കുഞ്ഞിനെ തിരികെ കൊണ്ടുപോയിക്കോളൂ. കാരണം അശരീരി പ്രകാരം ദേവകിയുടെ 8ാമത്തെ പുത്രൻ എന്നെ വധിക്കുമെന്നാണല്ലോ. ഈ പുത്രനിൽ നിന്നും എനിക്ക് അപകടമൊന്നുമില്ല.
പിന്നെ ഞാൻ ഈ കുഞ്ഞിനെ വെറുതെ എന്തിനു വധിക്കണം? അങ്ങ് ഈ കുഞ്ഞിനെ തിരികെ കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് കംസൻ വസുദേവരോട് പറഞ്ഞു. കംസൻ നാസ്തികനാണ്. നാസ്തികർ ഒരിക്കലും സത്യസന്ധരല്ല. മാത്രവുമല്ല, ആത്മനിയന്ത്രണമില്ലാത്തവരും പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കാത്തവരുമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെയും കൊണ്ട് മടങ്ങിപ്പോകുമ്പോൾ വസുദേവർ സന്തുഷ്ടവാനായിരുന്നെങ്കിൽ തന്നെയും അദ്ദേഹം ഒരിക്കലും കംസനെ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നില്ല. കംസൻ ദേവകിയുടെ ആദ്യ പുത്രനെ തിരികെ കൊടുത്ത വാർത്ത കേട്ടറിഞ്ഞ് നാരദമുനി കംസന്റെ കൊട്ടാരത്തിലെത്തി. കൃഷ്ണാവതാരത്തിന് വേഗം കൂട്ടുക എന്നതായിരുന്നു നാരദമുനിയുടെ ലക്ഷ്യം. അദ്ദേഹം കംസനോട് പറഞ്ഞു, കംസ, നന്ദമഹാരാജാവും വൃന്ദാവനത്തിലെ ഗോപന്മാരും ഗോപിമാരും മറുവശത്ത് വസുദേവനും പിതാവായ സുരസേനനും യദുവംശത്തിലെ വൃഷ്ണികുലത്തിലെ ബന്ധു മിത്രാദികളെല്ലാം തന്നെ കൃഷ്ണാവതാരത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. നാരദമുനിയിൽ നിന്നും ഇത് കേട്ടറിഞ്ഞ കംസന് ദേവന്മാരെല്ലാം തന്നെ പിറവിയെടുത്ത സ്ഥിതിക്ക് ഭഗവാന്റെ അവതാരത്തിന് ഇനി താമസം ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കി. ഉടൻ തന്നെ അദ്ദേഹം വസുദേവരെയും ദേവകിയെയും ബന്ധനസ്ഥരാക്കി കാരാഗ്രഹത്തിൽ അടച്ചു. നാരദമുനിയുടെ അനുഗ്രഹത്താൽ കംസന് തന്റെ പൂർവജന്മത്തെക്കുറിച്ച് അറിയാമായിരുന്നു. പൂർവജന്മത്തിൽ കംസൻ കാലനേമി എന്ന അസുരനാണെന്നും വിഷ്ണു ഭഗവാനാലാണ് കംസൻ നിഗ്രഹിക്കപ്പെട്ടതെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. ഇപ്പോൾ നാരദമുനിയുടെ വാക്കുകൾ ശ്രവിച്ച കംസൻ കൃഷ്ണാവതാരം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ദേവകിയുടെ ഓരോ പുത്രന്മാരെയും അദ്ദേഹം വിഷ്ണുവിന്റെ അവതാരമായി തന്നെ കണക്കാക്കി അവരെ നിഗ്രഹിക്കുവാൻ തുടങ്ങി. എങ്കിലും കംസന് ദേവകിയുടെ 8ാമത്തെ പുത്രനെയായിരുന്നു കൂടുതൽ ഭയം. കംസൻ തന്റെ പിതാവായ ഉഗ്രസേനനെ തടവിലാക്കി. വസുദേവന്റെ പിതാവായ സൂര്യസേനന്റെ രാജ്യവും അദ്ദേഹത്തിന്റെ കൈകളിലായി. എല്ലാ പ്രദേശങ്ങളുടെയും അധിപനായ കംസൻ സ്വയം പ്രഖ്യാപിച്ചു. ഭോജകുലത്തിൽ ജനിച്ച നാൾ മുതൽ അദ്ദേഹം യദുവംശത്തിന്റെ കടുത്ത ശത്രുവായിരുന്നു. ഈ വംശത്തിലാണ് ഭഗവാൻ അവതരിക്കുവാൻ പോകുന്നത്. പൂർവജന്മത്തിലെ പോലെ തന്നെ ഭഗവാൻ വിഷ്ണു തന്നെ വധിക്കുമെന്ന് കംസൻ ഭയപ്പെട്ടിരുന്നു. വരും ഭാഗങ്ങൾ നമുക്ക് വരും വീഡിയോകളിലൂടെ മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ, പ്രണാമം. ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്. ഹരേ കൃഷ്ണ.